ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ബൈറ്റ്സ്. നമുക്കിന്നൊരു തക്കാളി റൈസ് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനാവശ്യമായിട്ട് നമ്മൾ 3 തക്കാളി, ഒരു സവാള, 3 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില ഇത്ര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോവാത്ത രീതിയിൽ അത് മൂപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു പിടി പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇനി കറിവേപ്പില, ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള, അതുപോലെ തന്നെ പച്ചമുളക് ഇത്ര ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. സവാളയെല്ലാം നമുക്കൊന്ന് വഴണ്ട് കിട്ടണം. എന്നാൽ ഒത്തിരി വഴണ്ട് പോവുകയരുത്. ഒരു പകുതി കുക്കഡായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നമ്മൾ ചെറുതായിട്ടാണ് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് തക്കാളി ഇട്ട് കൊടുത്ത് നമ്മളിനി ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വഴറ്റി നമ്മളിത് എടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ടതിന് ശേഷം മാത്രം നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ടത്. നല്ല മുളക് പൊടി വേണേൽ നിങ്ങൾക്കിടാം, കുറച്ചിടുക. അതുപോലെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ മസാലപ്പൊടി ഇടുന്നുണ്ട്. ഇത്ര ഇട്ടതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ മാത്രം നമ്മൾ വഴറ്റിയെടുക്കുന്നു. അതിന് ശേഷം നമ്മളിതിലേക്ക് മല്ലിയില ചെറുതായിട്ട് നുറുക്കിയിടുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഇടാം. നമ്മളിവിടെ നോർമൽ റൈസാണ് ഇടുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് വേണേൽ ജീര റൈസ് ഇടാം. ജീര റൈസ് ആയിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. നമ്മളിവിടെ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ചുമലരിയുടെ റൈസാണ് ഇട്ടേക്കുന്നത്. അത് നമ്മൾ ഇടുന്നു. ഇനി നമുക്ക് തീ ഒന്നും വെച്ച് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളാണ്. നമ്മൾ നോർമൽ റൈസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമുക്കധികം കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സാലഡും ഒരു പപ്പടവും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.